കുറേ ഇടിയും ചതവും കിട്ടിക്കഴിഞ്ഞാലോ അവരുടെ നില എന്താവും? നമ്മൾ ഈ പറഞ്ഞും പഠിപ്പിച്ചും കൊടുത്തിട്ടുള്ള ആ വിശ്വാസത്തിലേക്കും വിവേകത്തിലേക്കും മടങ്ങി വരും. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി അവരുടെ സഹോദരി കൃഷ്ണ ഹത്തെ സിംഗ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, വി നെഹ്റൂസ് എന്ന് പറഞ്ഞ്. അതിലൊരു സ്ഥലത്ത് പറയുക, അവർ ജ്യേഷ്ഠനെ ഭയ്യ ഭയ്യ എന്നാ പറയുക. എൻ്റെ ജ്യേഷ്ഠനുണ്ടല്ലോ, അദ്ദേഹം ഒരു ആധുനികനാണ്. ആ ആധുനികനായിട്ട് ഈശ്വരവിശ്വാസം ഉണ്ടെന്ന് പോലും സമ്മതിക്കില്ല. അങ്ങനെ ഒരാളാണ്. അതൊക്കെ ആയാലും മരിച്ചു പോയപ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ ഭസ്മം ഗംഗാനദിയിലും ബാക്കിയുള്ള നദികളിലും എല്ലാം കൊണ്ട് വിതരണം ചെയ്യണമെന്നൊരു വില്ലെഴുതി വെച്ചു അദ്ദേഹം. അതെന്തേതങ്ങനെ? അദ്ദേഹത്തിനെ പറ്റി പറയുകയാണ്, എപ്പോഴൊക്കെ എൻ്റെ ജ്യേഷ്ഠന് വിഷമം വന്നോ തകരാറ് വന്നോ അപ്പോഴൊക്കെ അദ്ദേഹം പാരമ്പര്യത്തിലും പൈതൃകത്തിലും ആ ആശ്വാസം കൊണ്ടുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിന് പഠിപ്പില്ലാത്ത ആളാണ്, അറിവില്ലാത്ത ആളാണ്, വലിയ കേമനാണല്ലോ. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വ്യതിചലനം ഉണ്ടായാലും തിരിച്ചവർ വരും. അപ്പം നമ്മുടെ പൈതൃക ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളും ഓർമ്മ വെച്ച് ആദ്യം പുസ്തകം എടുത്ത് വായിച്ച് മനസ്സിലാക്കി നന്നാവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ കെട്ടിക്കൊടുക്കണം, ഒരു ഇൻഷുറൻസ് പോളിസി എടുത്ത് രക്ഷിക്കുന്നത് പോലെ. അത്രേ ഇതിനർത്ഥമുള്ളൂ. നമുക്ക് ജനിക്കുന്ന കുട്ടികളൊക്കെ നന്നാവണം, തങ്കമാവണം എന്ന് ആരും വിചാരിക്കരുത്. എന്നാൽ ലോകത്തിലൊരു വ്യവസ്ഥയില്ലേ, നല്ല കുടുംബത്തിൽ നല്ല കാര്യങ്ങളുണ്ടാവും. നമ്മുടെ വിശ്വാമിത്രൻ്റെ കൂടെ രാമലക്ഷ്മണന്മാർ, അവർ രണ്ടാളെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം യാഗമുടക്കമില്ലാതെ നടക്കാനായി കൊണ്ടുപോയില്ലോ. മാരീചാദികളുടെ വിഷമമൊന്നും ഉണ്ടായില്ല, യാഗം നിർവിഘ്നമായി കഴിഞ്ഞു. അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ ആലോചന നടക്കുക. എന്താ ആലോചന? രാമലക്ഷ്മണന്മാർക്കും ബാക്കിയുള്ള സഹോദരന്മാർക്കും വിവാഹം കഴിക്കണം. അതിനെന്താ വേണ്ടതെന്നൊക്കെ മന്ത്രിമാരായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആര്? ദശരഥൻ. ആ സമയത്താണ് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഇത് വിശ്വാമിത്ര മഹർഷി അറിഞ്ഞു കാണും. വിവാഹാലോചന പൊടിപൊടിക്കുമ്പോഴാണ് ഞാൻ കുട്ടികളെയും കൊണ്ട് കാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഒരു മഹർഷിയുടെ സാന്നിധ്യത്തിൽ കുറേ കാലം വളർന്നാൽ ആ കുട്ടികൾക്ക്, പിതൃപാലനത്തിൽ വളർന്ന കുട്ടികൾക്ക് മഹർഷി പാലനത്തിൽ വളരുമ്പോൾ അവർക്ക് മാറ്റു കൂടുകയാണ്. അതാണ് വസിഷ്ഠൻ പറഞ്ഞത്. ഇത്ര കാലം അങ്ങയുടെ ശിക്ഷണത്തിൽ വളർന്നു, ഇപ്പം മഹർഷിയുടെ പരിരക്ഷണത്തിൽ കുറച്ചു കാലം വളരട്ടെ, അതുകൊണ്ട് അവർക്ക് യോഗ്യത കൂടുകയുള്ളൂ, സമ്മാനം കൂടുകയുള്ളൂ. അതൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് പറഞ്ഞയക്കാൻ മടിക്കരുത്. ദശരഥൻ പറഞ്ഞു, രാവണനോ അമ്പോ അമ്പോ, ഞാൻ കൂടി നേരിടാൻ പറ്റില്ല, ഞാൻ തന്നെ വന്നു കളയാം. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, അങ്ങൊന്നും വരണ്ട, എനിക്ക് ആവശ്യം രാമനെയും ലക്ഷ്മണനുമാണ്, ഇത്രയേ വേണ്ടൂ. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞയച്ചത്. മഹർഷിയുടെ ഉദ്ദേശം നടന്നു. അപ്പോഴും ആ മഹർഷിയുടെ ആ പുത്രവാത്സല്യം നോക്കൂ. രാമൻ ഞാനാ കൂട്ടിക്കൊണ്ടുവന്നത്. വിവാഹാലോചന നടക്കണ സമയത്താണ്. അതുകൊണ്ട് എന്തു വേണം? അവന് വിവാഹം നടത്തണം, ഞാൻ തന്നെ ആയിക്കളയാം എന്ന് പറഞ്ഞ് എങ്ങോട്ട് കൊണ്ടുപോയി? ജനക മഹാരാജാവിൻ്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ പള്ളിവില്ല് ഒന്ന് കാണിച്ചു കൊടുക്കണം ഈ രാമന് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വല്ലും കില്ലും എല്ലാമായി വലിയ ചക്രത്തിൽ ഉരുട്ടി കൊണ്ടുവന്ന് അവിടെ മണ്ഡപത്തിൽ കച്ചു. എന്നിട്ട് അതെടുത്ത് കൊലയ്ക്കണം, കൊലയ്ക്കുന്നവനാണ് സീത എന്ന് പറഞ്ഞു. രാമൻ എടുത്ത് അങ്ങോട്ട് കൊലയ്ക്കാൻ പുറപ്പെട്ട ടാപ്പ് അങ്ങോട്ട് പൊട്ടി, വില്ലങ്ങോട്ട് പൊട്ടി. സീതയുടെ മുഖത്തിലുള്ള പുഞ്ചിരി, ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കേണ്ടതായിരുന്നത്, നമ്മളിത് മിസ് ചെയ്തിരിക്കുക. ആ വില്ലങ്ങോട്ട് പൊട്ടിയപ്പോൾ ശരിക്ക് പൊട്ടിയത് ആരാ? രാവണനാ. വില്ല് നടു അങ്ങോട്ട് മുറിഞ്ഞു. അതോടുകൂടി ലങ്കയുടെ പതനം തീരുമാനമായി എന്നാ പറയണേ. എന്നിട്ട് അവിടുന്ന് വർത്തമാനം പറഞ്ഞയച്ചു, രാമനിതാ വില്ല് കൊലച്ചു, വില്ല് പൊടിച്ചിരിക്കണു, സീതയെ വിവാഹം കഴിക്കണം. വീര്യശുൽക്കയാണ് സീത. സീതയെ വിവാഹം കഴിക്കാൻ ആരെയാ, എങ്ങനെയാ തിരഞ്ഞെടുക്കുക? എൻ്റെ കയ്യിലുള്ള വൈഷ്ണവ ചാപം കൊലയ്ക്കാൻ ആര് പുറപ്പെടുന്നു, അതിൽ ജയിക്കണോ ആ ആൾക്കാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമൻ കൊലച്ചപ്പോൾ അതിൽ ആ ഞാണ് കോർക്കാൻ പോലും പറ്റിയില്ല, ഒടിഞ്ഞു എന്ന്. സാധാരണ വലിയ വില്ല് ചവിട്ടി പിടിച്ചങ്ങോട്ട് വളയ്ക്കുമ്പോൾ അത് വളഞ്ഞു കിട്ടാൻ തന്നെ വലിയ വിഷമമാണ്. കാലിനും നല്ല ബലം വേണം, കയ്യിനും നല്ല ബലം വേണം. ഇതിപ്പോൾ ബലം എന്തായി? കൊലയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ കഷ്ടിക്കൈയായിട്ടേ അങ്ങോട്ട് കൊലയുള്ളൂ, കൊലഞ്ഞിട്ട് വേണമല്ലോ ഞാണ് കോർക്കാൻ, അത് ഒടിഞ്ഞങ്ങോട്ട് പോയി. അപ്പോൾ രാമൻ്റെ ബലമാണ് അവിടെ കണ്ടത്. അപ്പോൾ ഒരു സീതയല്ല, എത്ര സീതയെ വേണമെങ്കിൽ കല്യാണം കഴിക്കാനുള്ള ബലമുണ്ട്. ഈ വർത്തമാനത്തിൽ ജനക മഹാരാജാവ് സന്തോഷിച്ച്, വിശ്വാമിത്ര മഹർഷി അവിടെ ഉണ്ട്, ഉടനെ അങ്ങോട്ട് പറഞ്ഞയച്ചു, കല്യാണം, അതിന് വേണ്ട സന്നാഹങ്ങളോടുകൂടി നിങ്ങളെല്ലാവരും വരണം എന്ന് പറഞ്ഞ് ദശരഥനും കൂട്ടരും അവിടെ വന്നെത്തി. അവിടെ വന്നെത്തിയപ്പോൾ ഞാൻ എന്തിനാ ഈ കഥ പറയണേന്നറിയോ നിങ്ങൾക്ക്? ജനക മഹാരാജാവ്
തൻ്റെ വംശത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും മഹിമയും അങ്ങോട്ട് വിവരിച്ചു. എന്നിട്ട് ദശരഥനോട് ചോദിക്കുകയാണ്, അങ്ങയുടെ പാരമ്പര്യവും അങ്ങയുടെ പൂർവ്വജന്മാരെ പറ്റി പറയൂ, എനിക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെന്ന്. ആ 2 വിവരണവും വാൽമീകി മഹർഷി നടത്തിയത് നിങ്ങളൊക്കെ വായിച്ചു നോക്കേണ്ടതാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു വിവരണം നിങ്ങളുടെ കുടുംബത്തിനെ പറ്റി നൽകാൻ പറ്റുമോ? അച്ഛൻ തിരക്കടൊന്നുമില്ല, അറിയാം. മുത്തശ്ശൻ കഷ്ടിച്ച്. മുത്തശ്ശൻ്റെ അച്ഛനോ ആവോ, ഒരാൾക്കും അറിയില്ല. ഓരോരുത്തർക്കും ഓരോ തറവാട്ട് പേരുണ്ട്. ആ തറവാട്ട് പേരും അവരിപ്പോൾ ഇരിക്കുന്ന പേരും കൂടിയാൽ ഒരു ബന്ധം ഉണ്ടാവില്ല. എവിടുന്നോ ഉണ്ടായതാ തറവാട്, എത്രയോ കാലം മാറിക്കഴിഞ്ഞു, പോയിക്കഴിഞ്ഞു. അപ്പോൾ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക ആരെങ്കിലും ചെയ്യാറുണ്ടോ നിങ്ങൾ? അതെ, എൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കേട്ടത് ഇന്ന കാര്യങ്ങളാണ്. എത്ര എഴുത്ത് നമ്മൾ എഴുതുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തനിക്ക് കിട്ടിയതും അതിൻ്റെ ഉറവിടവും ഒക്കെ ഒന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണ്ടേ? അതാരും ചെയ്യില്ല. എല്ലാം കൂടി നമ്മുടെ മനസ്സിലുള്ള നോഷ്ടം എന്താ? ഞാനേ കഷ്ടി കയ്യായിട്ട് ജീവിച്ചവനാ. നമുക്ക് ആ കയ്യിലുള്ള കാശിൻ്റെ വർത്തമാനം മാത്രമേ പറയുള്ളൂ. എൻ്റെ അച്ഛനേ നല്ല സ്വത്തുണ്ടായിരുന്നു, അച്ഛൻ്റെ അച്ഛനോ അതിലും സ്വത്തുണ്ടായിരുന്നു, അല്ലെങ്കിലോ ഞങ്ങളൊക്കെ വളരെ ഏഴപ്പെട്ടവരാ. ഇത് മാത്രമേ നിങ്ങൾക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഏഴപ്പെട്ടവനായതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് സമൃദ്ധി വേണമെന്ന്. ഇത് മാത്രമേ നിങ്ങൾക്കുള്ളൂ. സമൃദ്ധി എവിടം കൊണ്ടാ? കൃഷ്ണനോട് ഉദ്ധവൻ ചോദിച്ചു, എന്താണ് ഏറ്റവും വലിയ ധനം എന്ന് ചോദിച്ചപ്പോൾ പറയുക, മികച്ച ധനം സന്തുഷ്ടിയാണെന്ന്. സന്തുഷ്ടി പുറത്തോ അകത്തോ? ആരാ ഈ സന്തുഷ്ടി രചിക്കുന്നത്? ബാങ്കിൽ നിന്ന് കിട്ടണതാ ചെക്ക് കൊടുത്തിട്ട്. സന്തുഷ്ടി എന്ന് പറയുന്നത് മനസ്സിൻ്റെ സമ്പത്തും സമ്മാനവും സംഭാവനയുമാണ്. ആ സന്തോഷമാണ് നമ്മുടെ ധനം. അപ്പം തൻ്റെ പൂർവ്വജന്മാരെ പറ്റി മുഴുവനും അറിഞ്ഞുകൊണ്ടിരുന്നു ആർക്ക്? ജനകന്. ദശരഥനോട് പറയാൻ പറയുക, നിങ്ങളുടെ പാരമ്പര്യത്തിനെ പറ്റി പറയൂന്ന്. ഏതായാലും കല്യാണം കഴിക്കാൻ പോവുകയാണല്ലോ, വില്ലൊടിച്ചു, ഞാൻ കന്യകയെ കൊടുക്കാനും പോകുന്നത്. പക്ഷേ കൊടുത്തു കൊണ്ടുപോകുന്ന കുടുംബം ആ വംശത്തിനെ പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊല്ലാം എന്ന് പറഞ്ഞപ്പോൾ അവർ 2 പേരും അവരുടെ വംശ ചരിത്രം പറഞ്ഞു അത്രേ. അപ്പോൾ നല്ല നല്ല കുടുംബങ്ങളുണ്ടാവും നമ്മുടെ ലോകത്തിൽ. അതിൽ പെടാൻ നിങ്ങൾ നോക്കണം. ആ നന്മ എങ്ങനെ ഉണ്ടാവും? മൂല്യങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന്, നിയന്ത്രണ നിഷ്ഠകളിൽ നിന്ന്, തപസ്സിൽ നിന്ന്. നിഷ്കളങ്കമായ മനസ്സിനെ ഒരു വിധത്തിലുള്ള ദോഷവും തീണ്ടാൻ നിങ്ങൾ അനുവദിക്കരുത്. എങ്ങാനും തീണ്ടിപ്പോയാൽ കണ്ണടച്ച് പരിതപിച്ചോളൂ. പശ്ചാത്താപത്തിൽ വേവാത്ത പാപമില്ല, വെണ്ണീറാകാത്ത ദോഷമില്ല. പശ്ചാത്താപം. തിലഹോമമല്ല വലുത്, പശ്ചാത്താപമാണ് വലുത്. പശ്ചാത്താപത്തിനെ കവച്ചു വയ്ക്കുന്ന ഒരു പ്രായശ്ചിത്വവുമില്ല. ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കൂ. ഈ കർമ്മബന്ധം എന്ന് പറയുന്ന ഒരൊറ്റ ചരടിലാണ് ലോകത്തിലുള്ള മനുഷ്യരാശിയിൽ എല്ലാവരും കട്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടി നന്നായാൽ അത് എന്നെക്കൊണ്ട് നന്നായി എന്ന് നിങ്ങൾ പറയണ്ട. കുട്ടി എങ്ങാനും കേടുവന്നാൽ എന്നെക്കൊണ്ട് ചീത്തയായില്ലോ എന്നും പറയണ്ട. നന്നായാൽ അതിന് സാക്ഷിയായിക്കോളൂ, ചീത്തയായാൽ അതിനും സാക്ഷിയായിക്കോളൂ. അതിൽ കവിഞ്ഞ ഉത്തരവാദിത്വമോ ഉടമസ്ഥാവകാശമോ ഒരൊറ്റ ആളും അരുത്. അങ്ങനെ അഹങ്കാരവും മമതയും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർമ്മബന്ധം മനസ്സമാധാനത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ സമാധാനത്തിനും തിരുത്തലിനും ആശ്വാസത്തിനും എല്ലാം വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മനഃശാസ്ത്ര സിദ്ധാന്തമാണ് ഈ കർമ്മബന്ധം എന്ന് പറയുന്ന തിയറി. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഇതൊരു ഭാഗമായുള്ളൂ പ്രേക്ഷകരെ. ഒന്നും കൂടി ഭൂമാനന്ദ സ്വാമിക്ക് പറയാനുണ്ട് ഈ ശ്ലോകത്തെ വെച്ചുകൊണ്ട്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ശരീരത്തിൽ അനവധി വസ്ത്രങ്ങൾ നാം ഉപയോഗിക്കുന്നു. പഴയത് നീക്കി പുതിയത്. ശരീരം ഒന്ന് ആണെങ്കിൽ വസ്ത്രങ്ങൾ അനവധി. അതുപോലെ ഒരൊറ്റ ദേഹിയാണ്, ശരീരമാണ് അനവധി. നമ്മൾ ധരിക്കുകയാണ് ഓരോരോ ജീവൻ. ഒരളവ് വരെ അത് ശരി. വാസ്തവത്തിൽ ജീവമണ്ഡലത്തിൽ ആ ജീവതലത്തിൽ അങ്ങോട്ട് എത്തിയാൽ സർവ്വ ശരീരങ്ങളിലും ഇരിക്കുന്നത് ഒരൊറ്റ ആത്മാവാണ്. ആ ആത്മാവ് സ്വീകരിക്കുന്നതും തള്ളിക്കളയുന്നതുമോ അനവധി ശരീരങ്ങളാണ്. സമുദ്രത്തിൻ്റെ തീരത്തിൽ ചെന്ന് നിന്നാൽ എത്രയെത്ര അലകളാണ് വരിക. കരയിലണഞ്ഞ് മടങ്ങി അതങ്ങോട്ട് ലയിച്ചു പോവും. ഒരു നോട്ട് പുസ്തകം കയ്യിൽ വന്ന് നിങ്ങൾ ഓരോ അലയും മാർക്ക് ചെയ്യാൻ പുറപ്പെട്ടാൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ എത്ര അലകളാണ് വന്നിട്ടുണ്ടാവുക.
സമുദ്രത്തിനെ നോക്കിയാലോ ആ അലകളൊക്കെ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അനവധി അലകൾ വരണു, അതൊക്കെ ഇല്ലാതെയാവണു, പുതിയ അലകൾ ഉണ്ടാവണു. അതേമാതിരിയാണ് സമുദ്രത്തിൽ ഓരോ അലയും ഉയർന്നു പൊങ്ങി അമർന്ന് അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരല വന്ന് അങ്ങനെ അനവധി അലകൾ വന്നു പോകുന്നത് പോലെയാണ് ഒറ്റ ദേഹിക്ക് ഈ ശരീരങ്ങൾ മുഴുവനും മുഴുവനും മുഴുവനും. ഇതാണ് അന്തിമ സത്യം. ഇതിനു മുമ്പ് കൃഷ്ണൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? നത്വേവാഹം എന്ന് ആത്മതത്വം അവതരിപ്പിച്ചതിന് ശേഷം ഉടനെ പറഞ്ഞതാണ് ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. ദേഹാന്തരപ്രാപ്തിയാണ് മരണം. ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകല്. അല എപ്പോഴും സമുദ്രത്തിലുണ്ടാവും. സമുദ്രം ഒന്നേ ഉള്ളൂ. പരമാത്മാ ഒന്നേ ഉള്ളൂ. സമുദ്രം പോലെ. സമുദ്രമാണെങ്കിലും മുകളിലില്ല, താഴത്തേ ഉള്ളൂ. കാറ്റാണെങ്കിലും എല്ലാ ദിക്കിലും ഇല്ല, അത് കഴിഞ്ഞാൽ അതും വറ്റിപ്പോവും. എല്ലാ ദിക്കിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നത് ആകാശം മാത്രം. ആ ആകാശകോശത്തിൽ ഗോളങ്ങൾ ഗോളങ്ങൾ ഉയർന്ന് താഴ്ന്ന് അങ്ങനെ ഇല്ലാതെയായി പോകുന്നത് പോലെയാണ് ശരീരങ്ങളും ഒരൊറ്റ ദേഹിക്ക് ഉണ്ടായി അസ്തമിച്ച് വീണു പോകുന്നത്. ധീരസ്തത്രന മുഹ്യതി. അവിടെ ധീരൻ മോഹിക്കുന്നില്ല. അതുപോലെയാണ് ഈ ശരീരത്തിൻ്റെ വ്യവസ്ഥ. അപ്പൊ ഇവിടെ നമുക്ക് ശരീരം ഉൾക്കൊള്ളാനും ശരീരം വിടാനും നമ്മുടെ പൗരുഷം ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. ആരെപ്പോൾ ജനിക്കും, എത്ര കാലം ജീവിക്കും, എപ്പോഴാണ് പോവുക, നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് നമുക്കൊരു ആപ്തവാക്യമുണ്ട്. നഹി പ്രമാണം ജന്തൂനാം ഉത്തരക്ഷണ ജീവനെ. നഹി പ്രമാണം ജന്തൂനാം ഉത്തരക്ഷണ ജീവനെ. അടുത്ത ക്ഷണത്തിൽ നാം ജീവിക്കുമോ എന്നുള്ളതിന് ഒരു പ്രമാണവും ഇല്ല എന്നാ പറയുന്നത്. ഒരു പ്രമാണവും ഇല്ല അടുത്ത ക്ഷണത്തിൽ നമ്മൾ ജീവിക്കുമോ എന്നുള്ളതിന്. അപ്പൊ അവസാനത്തെ നിമിഷത്തിൽ എന്ത് കൃത്യമോ അതിപ്പോ തന്നെ ചെയ്തോളൂ എന്നാണ് പിന്നത്തെ വാക്ക്. ചരമശ്വാസവേലായാം യത് കൃത്യം തത് സദാ ഗുരു. ചരമശ്വാസ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ, ഈശ്വര ഭജനമാണെങ്കിൽ അത്, നാരായണ കൃഷ്ണ എന്ന് പറയുകയാണെങ്കിൽ അത്, ആത്മാനുസന്ധാനമാണെങ്കിൽ അതിപ്പോ തന്നെ നടത്തിക്കോളൂ. എപ്പോഴാ ഈ ഫുട്ബോളിൽ നിന്ന് കാറ്റ് പോവാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും പോയ മാതിരി കണക്കാക്കിക്കോളൂ എന്ന്. ഭാഗവതത്തിൽ 12-ാം സ്കന്ധത്തിൽ 5-ാം അധ്യായത്തിൽ 7-ാമതൊരു ശ്ലോകമുണ്ട്. സ്നേഹാധിഷ്ഠാനവർത്യഗ്നി സംയോഗോ യാവദീയതേ തതോ ദീപസ്യ ദീപത്വം ഏവം ദേഹകൃതോ ഭവഃ രജസ്സത്വതമോ വൃത്യ ജായതേ അഥ വിനശ്യതി. ഈ സമുദ്രത്തിലെ അലയിങ്ങനെ പൊന്തും, പതയിങ്ങനെ പൊന്തും, കുമിളകളിങ്ങനെ പൊന്തും. കടൽനാക്ക് എന്ന് പറയുന്നതൊക്കെ അവിടെ ഉണ്ടാവും. കടൽ നുര എന്നൊക്കെ പറയുന്നത് അതെങ്ങനെയോ അതുപോലെയാണ് ഈ ആകാശകോശത്തിൽ ഈ നടക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാര വിശേഷങ്ങൾ. സ്നേഹാധിഷ്ഠാനവർത്യഗ്നി സംയോഗോ യാവദീയതേ. ഒരു വിളക്ക് കത്തുന്നു. ആ വിളക്ക് കത്തിയാൽ വിളക്കിൻ്റെ ആവശ്യം എന്താ? ഒരു നാളം പ്രകാശമുണ്ടാവലാണ്. ആ ഒരു നാളം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണു? വിളക്ക്, പിച്ചള കൊണ്ടോ ഓടുകൊണ്ടോ ഒരു വിളക്ക്, ചരാത് കൊണ്ടൊരു വിളക്ക്, അതിൽ എണ്ണ ഒഴിച്ചു. ഈ പാത്രമല്ല എണ്ണ, ഒന്ന് മെറ്റലാണ്, പിന്നെ ഒന്ന് എണ്ണയാണ്. അത് രണ്ടുമല്ലാത്ത വേറെ ഒന്നാണ് ഒരു തീ. അപ്പോൾ സ്നേഹം, അധിഷ്ഠാനം, വർത്തി ഇതെല്ലാം കൂടിച്ചേർന്ന് കൊളുത്തി കഴിഞ്ഞാൽ അഗ്നി സംയോഗോ യാവദീയതേ. അപ്പോൾ ഒരു ഭാഗത്ത് അഗ്നി, തിരി, എണ്ണ, വിളക്ക്, ഈ 4 എണ്ണം കൂടിച്ചേർന്നിട്ടാണ് ഒരു പ്രകാശം നമുക്ക് ലഭ്യമാകുന്നത്. ഈ 4 എണ്ണം വേറെ വേറെ വെച്ചാൽ പ്രകാശം ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി കത്തിക്കൊണ്ട് കുറേ നേരം ഇരിക്കണമെങ്കിൽ വിളക്ക് വേണം, എണ്ണ ഒഴിക്കണം, തിരിയിടണം. ആ തിരിയുടെ തുമ്പത്ത് നമ്മൾ തീതാളം കൊളുത്തണം. അപ്പോൾ വിളക്കുണ്ടാവും, പ്രകാശമുണ്ടാവും. അതുപോലെയാണ് തതോ ദീപസ്യ ദീപത്വം ഏവം ദേഹകൃതോ ഭവഃ. അപ്പോഴാണ് ദീപത്തിന് ദീപത്വം, ആ ദീപപ്രകാശം എന്നുള്ള ഒരു നില വരുന്നത്. അതുപോലെയാണ് ദേഹകൃതോ ഭവഃ. നമുക്ക് ഈ ദേഹത്തെ ചൊല്ലിയുള്ള സംസാരമുണ്ടല്ലോ, സാംസാരികത്വം, പ്രാപഞ്ചികത്വം, പ്രപഞ്ച ജീവിതം, പ്രാപഞ്ചികാനുഭവം. ഓരോരുത്തർ ജീവിക്കണു ഇത്ര കാലം ഇത്ര കാലം എന്ന് പറയുന്നത് എങ്ങനെയാ? രജസത്വതമോ വൃത്യ ജായതേഥ വിനശ്യതി. രജഃ സത്വ തമോ വൃത്യ ജായതേ അഥ വിനശ്യതി. രജസ്, സത്വം, തമസ്
ഈ 3 ഗുണങ്ങൾ കൂടിച്ചേർന്ന് സമ്മിശ്രമായി പ്രവർത്തിക്കുമ്പോഴാണ് ജന്മം, നിൽപ്പ്, മരണം, ഉയർച്ച, താഴ്ച, സംഹാരം ഇതൊക്കെ ഉണ്ടാവുന്നത്. ആ ഉണ്ടാവുന്നത് ഒരു പ്രകൃതിയുടെ ഒരു പ്രത്യേക പ്രകടനമാണ്. അത് അതിൻ്റെ പാട്ടിൽ വിട്ടോളൂ. കൊതുകളുണ്ടാവുന്നില്ലേ? മൃഗങ്ങളില്ലേ? ആമയുണ്ടല്ലോ. എല്ലാം ഉണ്ടാവണം. അതുപോലെ മനുഷ്യരാശിയുമുണ്ട്. മനുഷ്യന് ബുദ്ധിയുണ്ട്, സംസാരശേഷിയുണ്ട്, ചിന്താശക്തിയുണ്ട്. അതും കൂടി ഉപയോഗിച്ച് നമ്മൾ വേണ്ടതുപോലെ ജീവിക്കുക. ആ ജീവിതത്തിൽ മുഖ്യമായി ശ്രദ്ധിക്കേണ്ടത് പരോപദ്രവം ഒരിക്കലും പാടില്ല. മനസാ വാചാ കർമ്മണ. സാധിക്കുമെങ്കിൽ പരസഹായം നമുക്ക് ചെയ്യാം. അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാരഃ പുണ്യായ പാപായ പരപീഡനം. 18 പുരാണങ്ങളിൽ പാപപുണ്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് പുരാണങ്ങൾ. അതിൽ വ്യാസദേവന് 2 വാക്കേ പറയാനുള്ളൂ. എന്താ? പരോപകാരഃ പുണ്യായ. പരോപകാരമാണത്രേ പുണ്യം. പാപായ പരപീഡനം. അന്യനെ പീഡിപ്പിക്കുമ്പോൾ അത് പാപമായി. കെട്ടിയ ഭാര്യയാണെങ്കിലും ശരി പീഡിപ്പിക്കരുത്. കുട്ടികളെ ആണെങ്കിലും ഒരു പരിധി വരെ കുറച്ചൊന്ന് ശാസിക്കാം, പറയാം. പക്ഷെ കണ്ടമാനം ശിക്ഷിക്കരുത്. വടിയെടുത്തടിക്കുക, കെട്ടിയിടുക, ഇങ്ങനെയുള്ളതൊന്നും പാടില്ല. അയ്യോ എനിക്കിനി ഒരു മകനുണ്ടായല്ലോ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് കരഞ്ഞോളൂ, എനിക്ക് വിരോധമില്ല. ആ കുട്ടിയെ ക്രമത്തിലധികം ദണ്ഡിക്കാൻ ഒരവകാശവും ഇല്ല. അമേരിക്കയിൽ തൊട്ടുപോകരുത് കുട്ടികളെ. ചെറുപ്പം മുതൽക്ക് തന്നെ അവരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും പോലീസിൻ്റെ നമ്പർ ടപ്പ് 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 എന്ന് പറഞ്ഞോളൂ. 10 മിനിറ്റിൽ പോലീസുകാരൻ വരും അവിടെ. ഞങ്ങളിവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഹോൺ അടിക്കുന്നുണ്ട്, ഇലക്ട്രിക് ഹോൺ എന്ന് പറഞ്ഞ്. അടിച്ചു കഴിഞ്ഞ് ആദ്യം ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു, അത് പരിഹരിക്കണം എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞു, കുറേ ദിവസം കഴിഞ്ഞ് വിളിച്ചു, അങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ടെന്നായി. മാസങ്ങൾ കഴിഞ്ഞു, കൊല്ലങ്ങളൊന്നും കഴിഞ്ഞു, പരിഹരിച്ചിട്ടില്ല. എന്താ വേണ്ടത്? ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ എയർ ഹോൺ അടിച്ച് റോട്ടിൽ കൂടി ഇപ്പം ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിയമലംഘനം നടക്കുന്ന സമയത്ത് അത് ശരിയല്ല എന്ന് പറഞ്ഞ നിയമപാലകന്മാരുടെ അടുത്ത് നാം പറഞ്ഞ് ധരിപ്പിച്ചാൽ എന്താ ഉണ്ടാവേണ്ടതെന്ന് നിങ്ങൾ പറയൂ. ഉടനെ അവർ വന്ന് പരിഹരിക്കണം. എന്നാണ് ഈ ഭാരതത്തിൻ്റെ സ്ഥിതിവിശേഷം മാറാൻ പോകുന്നത്. ഈ ഹോൺ അടിക്കുന്നവരെ പിടിച്ചു നിർത്താനുള്ള അധികാരം നമുക്കാർക്കും ഇല്ല. അടിക്കുന്നുണ്ട്, ശരിയല്ല എന്ന് പറഞ്ഞ അധികാരികളെ അറിയിപ്പിക്കാം. അറിയിപ്പിച്ചു കഴിഞ്ഞാലോ ഉടനടി അവർ വന്ന് കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കേണ്ടവരാണ്. പരിഹാരമെടുക്കണം. എത്ര തവണയാ പറയുക? ഇനി നമുക്ക് ചോദിക്കാം, ഞങ്ങളൊരു അപേക്ഷ തന്നു, അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് തന്നു, മാസങ്ങൾ കഴിഞ്ഞു, ടെലിഫോൺ ചെയ്തു, ഇതിൽ എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? RTA പ്രകാരം ഒന്ന് അറിയിപ്പിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാമെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നീരസായി, ഇഷ്ടക്കേടായി. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും അധികാരികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളൊക്കെ നിയമപാലകന്മാരും നിയമരക്ഷകന്മാരുമാണ്. അപ്പം നിയമത്തിന് വിധേയമായി ജീവിക്കുന്ന പൗരന്മാർക്ക് ഒരു നിയമലംഘന സങ്കടം മറ്റുള്ളവരിൽ നിന്ന് ഏർപ്പെട്ടാൽ അത് അധികാരികളെ അറിയിപ്പിച്ച് ആ അധികാരികൾ വേണ്ടതുപോലെ റെസ്പോണ്ട് ചെയ്തില്ല, പ്രതികരിച്ചില്ല എന്ന് വെച്ചാൽ നിയമം അഭിലഷിക്കുന്ന ഞങ്ങൾ എന്താണ് ഇനി വേണ്ടത് എന്ന് ഒരു ചോദ്യം ചോദിച്ച് ഞാൻ ചിലപ്പോൾ നമ്മുടെ ജില്ലാ കളക്ടർക്കും സൂപ്രണ്ടിനും ഒക്കെ എഴുതാറുണ്ട്. ആ എഴുത്ത് കയ്യിൽ കിട്ടിയാൽ അവർക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളാണ് ഇവിടെ നിയമം കൊണ്ടു നടത്തേണ്ടവർ. ആ കൊണ്ടു നടത്തുന്ന നിങ്ങളുടെ മുൻപിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റിന് പരിഹാരമില്ലെങ്കിൽ ഞങ്ങൾ എന്ത് വേണമെന്ന് പറയണമല്ലോ. അവര് ആർക്കെന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നോ നാട്ടിൽ? എന്നാൽ പിന്നെ ഭരണഘടന എന്തിനാ? ഭരണഘടനയുടെ കീഴിലുള്ള സർക്കാർ എന്തിനാ? ആഭ്യന്തര വകുപ്പ് എന്തിനാ? ഈ പോലീസുകാർ കള്ളന്മാരെ പിടിക്കാൻ മാത്രമാണോ? അതോ നല്ലവർക്ക് വേണ്ട സംരക്ഷണം നൽകാനോ? നല്ലവർക്ക് സംരക്ഷണം നൽകുന്നതാണ് പോലീസുകാരുടെ ആദ്യമായിട്ടുള്ള ഉത്തരവാദിത്തം. ആദ്യ ഉത്തരവാദിത്തം അത് കഴിഞ്ഞിട്ട് അതിന് ശല്യമുണ്ടാക്കുന്നവരെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം വേറെയാ. പോലീസുകാർ നമ്മളെ സ്നേഹിതന്മാരാണ്, ബന്ധുക്കളാണ്. ആ ബന്ധുക്കളായി തന്നെ വേണം അവരെ കാണാൻ. ഞാനിത് എന്തിനാ പറഞ്ഞതെന്നറിയോ? നിങ്ങൾക്ക് പറയാനുള്ള കാരണമുണ്ട്. എന്താ കാരണം? മക്കളായാൽ പോലും അവരെ ക്രമത്തിലധികം പീഡിപ്പിക്കാൻ പാടില്ല. ഭാര്യയാണെങ്കിലും പറ്റില്ല. ഇപ്പം ഇന്നാളെ ആശ്രമത്തിൽ ഒരു കൂട്ടർ വന്നു. അതിൽ ആ സ്ത്രീ ഭർത്താവ് അങ്ങോട്ട് പോയപ്പോൾ എന്നോട് പറയുക, അവിടെ വീട്ടിൽ ആരോ ഒരാൾ ഒരു മദ്യപാനിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറയണു, കാക്കൽ നമസ്കരിക്കണം,
എന്നിട്ട് അച്ഛനെ പോലെ കണക്കാക്കണം എന്നൊക്കെ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്ന് വലിയ വിഷമായി. ഞാനിത് എന്താന്ന് ചോദിച്ചപ്പോൾ എന്നെ അടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നടക്കില്ല, കെട്ടിയ ഭാര്യയെ തൊടാൻ പറ്റില്ല. ഈ അടിക്കുക പിടിക്കുക എന്നൊക്കെ പറയണത് ആരെയാ? പോലീസുകാർക്ക് പോലും 3rd ഡിഗ്രി മെത്തേഡ്സ് ഉപയോഗിക്കരുതെന്ന നമ്മുടെ ശാസനം. മുതിർന്നവരോട് നമ്മൾ സംസാരിക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആ വിഷമം പരിഹരിക്കാൻ വ്യവസ്ഥാപിത മാർഗങ്ങളുണ്ട്. നമ്മുടെ ലോകം, നമ്മുടെ രാജ്യം പ്രബുദ്ധമാകണം. കുറേയൊക്കെ നമുക്ക് മേപ്പെട്ട് പോകാനുണ്ട്. അപ്പം അന്യോന്യം സ്വാതന്ത്ര്യം നമ്മൾ മനസ്സിലാക്കണം. അത് അപ്പം അമേരിക്കയിൽ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പോലീസിനെ വിളിച്ചോളൂ എന്ന്. അവിടെ ഒരു ഭർത്താവിൻ്റെ കയ്യ് ഭാര്യയുടെ നേരെ പൊന്തില്ലല്ലോ, ഒരു കുട്ടിയെ ക്രമത്തിലധികം ശിക്ഷിക്കില്ലല്ലോ അവര്. അതിനൊക്കെ നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മുടെ കർമ്മബന്ധ തിയറി മാത്രമേ നമുക്ക് സമാധാനത്തിന് വഴിയുള്ളൂ. ഒരാളെയും തുടരുതെന്ന് അമേരിക്കയിലൊക്കെ പ്രമാണം. അപ്പോൾ പിന്നെ എങ്ങനെയാ? മക്കളെ ചൊല്ലി വിഷമിക്കുമ്പോൾ അവൻ്റെ തലയിലെടുത്ത് അവൻ ചെയ്ത പാപം പുണ്യം എന്ന് പറഞ്ഞ് സമാധാനിക്കുക. എൻ്റെ പാപം പുണ്യം, എനിക്കിത് ഗതികേട് വന്നു. അപ്പം ഈ കർമ്മബന്ധം എന്ന് പറയുന്ന തിയറിക്ക് വലിയ ഒരു ശക്തിയാണ്. സ്നേഹാധിഷ്ഠാനവർത്യഗ്നി സംയോഗോ യാവദീയതേ തതോ ദീപസ്യ ദീപത്വം ഏവം ദേഹകൃതോ ഭവഃ രജസത്വതമോ വൃത്യ ജായതേഥ വിനശ്യതി. അപ്പം ഈ ലോകത്തിൽ സത്വവും രജസ്സും തമസ്സും കൂടി ചേർന്ന് ഇവിടെ ഉത്പത്തി, സ്ഥിതി, ലയം ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചിലർ പാപം ചെയ്യും, ചിലർ പുണ്യം ചെയ്യും. ആ പാപം ചെയ്യുമ്പോൾ പുണ്യവാന്മാർ അത് കണ്ട് പേടിച്ച് ഒതുങ്ങിയിരിക്കരുത്. സമാജത്തിൽ പുണ്യം പുലരണോ പാപം പുലരണോ എന്നിങ്ങനെ ആലോചിക്കണം. നമ്മളിപ്പോൾ ഒരു വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞ മഹോത്സവം നടത്തി. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം 12 വർഷമായി നടത്തുന്നു. എന്താ അതിൻ്റെ ഉദ്ദേശം? സമാജത്തിൽ നല്ല നല്ല മംഗളകരമായ ചിന്താഗതി വളരട്ടെ. ശ്രീമദ് ഭാഗവതത്തെയും മറ്റ് ശാസ്ത്രങ്ങളെയും ആധാരമാക്കി പ്രതിദിനം 5 പ്രസംഗ പരമ്പരയാണ്. അത് കേൾക്കാൻ ബഹുശതം ജനങ്ങൾ നൈമിഷാരണ്യത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അന്തരീക്ഷം തന്നെ മാറൂല്ലോ. ഇത്തവണ 74 രാജ്യങ്ങളിലായിരുന്നു ടെലികാസ്റ്റ് നടന്നത്. മലേഷ്യ എന്നുള്ള ഒരു റിപ്പോർട്ട്, കോലാലംപൂറിലൊരു ഗ്രൂപ്പ്, പിനാങ്ങിലൊരു ഗ്രൂപ്പ്, 2 ഗ്രൂപ്പുകൾ ഈ ടെലികാസ്റ്റ് നടക്കുന്ന സമയത്ത് സഹസ്രനാമം ജപിക്കാനും അർച്ചന ചെയ്യാനുമായിട്ട് അവിടെ കൂടിയിരുന്നു. അതുപോലെ ഷിക്കാഗോവിൽ കൂടിയിട്ടുണ്ട്, ലണ്ടനിൽ കൂടിയിട്ടുണ്ട്, പല സ്ഥലത്തും നടന്നിട്ടുണ്ട് ആൾക്കാർ. ലോകം മുഴുവനും ഒരു നിലയ്ക്കെന്ന് നമുക്ക് പറയാം. എന്തു തന്നെ പറഞ്ഞാലും സമുദ്രത്തിൽ പാലൊഴിക്കുന്ന പോലെയാണ്. ജനസമാജം ലക്ഷോപലക്ഷം കോടാനുകോടി ജനങ്ങളുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും പലർ മൂലവും ഇതിന് സംഭാവന കോൺട്രിബ്യൂഷൻ വന്നാലേ നടക്കുള്ളൂ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നന്മ ജനിപ്പിക്കാനുള്ള സംഭാവന. അപ്പം ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. പുണ്യകർമ്മങ്ങൾ നഷ്ടപ്പെട്ടു ചുരുങ്ങിയെന്നുണ്ടെങ്കിൽ ആ ദേശം വെന്ത് വെണ്ണീറാവും. അയ്യപ്പൻ പാട്ടാവട്ടെ, വേലപൂരമാവട്ടെ, യാഗയജ്ഞങ്ങളാകട്ടെ, നമ്മുടെ മനസ്സിൽ എന്താ ഉദ്ദേശം? നെയ്യെടുത്തു, ഹവിസ്സെടുത്തു, അഗ്നി പൂട്ടി, വേദമന്ത്രങ്ങളെല്ലാം ചൊല്ലി. ഒരാളെ വെറുക്കാനല്ല അവിടെ നമ്മളിത് ചെയ്യുന്നത്, ദേഷ്യം കൊണ്ടല്ല ചെയ്യുന്നത്. മനസ്സിനെ ശുദ്ധമാക്കി തപോഭൂമിയിൽ യാഗഭൂമിയിൽ വന്ന് അങ്ങനെ അങ്ങോട്ട് ചെയ്യുക. നമ്മുടെ പാണ്ഡവഗിരി ക്ഷേത്രം ഉണ്ടല്ലോ, അയ്യകുന്ന്, അവിടെ പൊങ്കാല തുടങ്ങിയിട്ടുണ്ട്. കുറേ കൊല്ലങ്ങളായി ഇപ്പം നടത്തുന്നു. അടുത്ത പൊങ്കാല മാർച്ച് 2-നാണ്. ആ 2-ാം തീയതി പൊങ്കാലയ്ക്ക് അതിനു മുൻപ് എല്ലാവരെയും ഒന്ന് അറിയിപ്പിക്കണം. എന്താണ് ഈ പൊങ്കാല? മംഗകൾ, സ്ത്രീകളാണ് പൊങ്കാല നടത്തുക, പുരുഷന്മാർക്കുള്ളതല്ല. അപ്പം ആ വാക്ക് തന്നെ എവിടെ നിന്നുണ്ടായി? പൊങ്ങുക എന്ന് നമ്മൾ പറയും. തമിഴിലാണെങ്കിൽ പൊങ്കൽ എന്നാണ് പറയുക. എന്താണ് ഈ പൊങ്ങണത്? ഈ മകരക്കൊയ്ത്ത് കഴിഞ്ഞ് പുന്നല്ലരി, ആ പുന്നല്ലരി കൊണ്ടാണ് പൊങ്കലിടുക. ആ പുന്നല്ലരിയിൽ പശയും നൂറും കൂടുതലാണ്. അത് വെള്ളവും ശർക്കരയും കൂടി അങ്ങോട്ട് വെച്ചാൽ, വെള്ളത്തിൽ വെച്ചാൽ ഒരു നിറം, ശർക്കരയോട് കൂടി വെച്ചാലോ വളരെ ഭംഗിയായിട്ടുള്ള തേൻ്റെ നിറമാണ്. അതിങ്ങനെ പൊന്തി പതയായിട്ട് ഇങ്ങനെ അല പോലെ വരും. ആ വന്നതിങ്ങനെ പൊട്ടും, പിന്നെയും വരും. കുളിച്ച് ശുദ്ധമായി സൂര്യൻ്റെ വെയിൽ ആ കിരണങ്ങളേറ്റ് തുറന്ന സ്ഥലത്ത് വെച്ചാണ് പൊങ്കാല നടത്തുക. ചിലരൊക്കെ ഇവിടെ പറയുണ്ടായി വെയിലുണ്ടെന്ന്. വെയിലുള്ളിടത്താണ് നടത്തുക.
തട്ടിട്ട സ്ഥലത്തൊന്നുമല്ല. ഇത് സാധാരണക്കാർ, കർഷകന്മാരുടെ ഒരു സന്തോഷമാണിത്. ഇത് വാസ്തവത്തിൽ ആർക്കാണ് ഈ പൊങ്കാല നടത്തണമെന്ന് ചോദിച്ചാൽ സൂര്യനാണ് ആദ്യം. സൂര്യനിൽ നിന്ന് തുടങ്ങി ഉപരി ദേവതകൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. സാധാരണയുള്ളത് എന്താ? ശ്രീകോവിലാണ് പ്രതിഷ്ഠ, ഗർഭഗൃഹത്തിൽ. അവിടെ ഒരു കല്ലാണ്, അതിൻ്റെ മുകളിൽ പലതരത്തിലുള്ള പെരയും ആഭരണങ്ങളും ഉണ്ട്. അവിടെ തിടപ്പുള്ളിയിൽ വെച്ചിട്ടുള്ള ആ നിവേദ്യം ശാന്തിക്കാരൻ കൊണ്ടുവന്ന് വാതിലടച്ചിട്ടാണ് സാധാരണ ഭഗവാന് കൊടുക്കുക. ഒരു വിരോധവും ഇല്ല, നടന്നോട്ടെ. അപ്പം എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാന് എങ്ങനെയാണ് നൈവേദ്യം നടത്തുക? വാതിലടച്ചിട്ട് ഒളിഞ്ഞു കൊടുക്കേണ്ടത്. അത് ശാന്തിക്കാരനാണ് ചെയ്യുന്നത്. ഭക്തന്മാർക്ക് ഇത് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമില്ല. അന്നേ ദിവസം ആരാണോ ഈ ശാന്തിക്കാരൻ നിവേദിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള അരിയും ശർക്കരയൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയതല്ല. അധ്വാനിച്ച് ജനങ്ങൾ ഒരു വിഭാഗത്തിൽ ശർക്കര ഉണ്ടാക്കണു, ഒരു ഭാഗത്ത് വെള്ളം കിട്ടണു, ഒരു ഭാഗത്ത് അരി ഉണ്ടാവണു. എത്ര കർഷകന്മാർ തുറന്ന ഭൂമിയിലാണ് ധാന്യങ്ങൾ എവിടെയാ വളരുക? ഭൂമിയിൽ. അതിന് എന്തൊക്കെ വേണം? ആദ്യം വെള്ളം വേണം, പോഷകങ്ങൾ വേണം ഭൂമിയിൽ. പിന്നെയോ വെയിൽ വേണം, കാറ്റ് വേണം. അപ്പം നമ്മുടെ ജീവിതം എപ്പോഴും ഈ പഞ്ചഭൂതങ്ങളോടുകൂടി ബന്ധപ്പെട്ടതാണ്. അതിൽ ഒരു ഭൂതം ആകാശം മാത്രം അനങ്ങാതെ നിൽക്കുന്നതാ. അതിൽ നിന്നൊരു നിറവും ഇല്ല, മണവും ഇല്ല, ഗുണവും ഇല്ല. ബാക്കി 4 ഭൂതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതാണ്. നാം അധിവസിക്കുന്നതും ജീവിക്കുന്നതും ഭൂമിയിൽ. ഭൂമിയിൽ ഭൂമിയിൽ ശ്വസിക്കുന്നത് കാറ്റ്, കുടിക്കുന്നത് വെള്ളം, കഴിക്കുന്നത് ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് അരി അല്ലെങ്കിൽ ഗോതമ്പ്. അതോടുകൂടി ചേരുന്നതാണ് കായ്കറികളും കറികളും കൂട്ടാനും ഒക്കെ. അപ്പം നമ്മുടെ ജീവിതം ഈ 4 ഭൂതങ്ങൾ ഇഴുകിച്ചേർന്നതാണ്. നമ്മുടെ ശരീരം തന്നെ പഞ്ചഭൂതമാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ സൂര്യൻ്റെ കിരണങ്ങൾ, രാത്രിയാണെങ്കിൽ ചന്ദ്രകിരണങ്ങൾ. ഇത് രണ്ടും ഏറ്റാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഭൂതങ്ങളോടുള്ള ആ ഇണക്കം ഈ പൊങ്കാലയിൽ പൂർണ്ണമായിട്ട് വരുന്നുണ്ട്. തുറന്ന ഭൂമിയിൽ ചെന്ന് ഏതെങ്കിലും ഒരു ദേവസന്നിധിയിൽ ചെല്ലുക. സാധാരണ ഇതൊക്കെ ചെയ്യണത് ഒരു നല്ല പുണ്യസ്ഥലത്താണല്ലോ. ഒരു ദേവസന്നിധി തിരഞ്ഞെടുത്ത് അവിടെ എല്ലാവരും കൂടി വരിക. ഒരു പാത്രം, മൺപാത്രം, ഒരു ചട്ടുകം, കുറച്ച് വെള്ളം, കുറച്ച് അരി, കുറച്ച് ശർക്കര. അങ്ങനെ കുളിച്ച് ശുദ്ധമായി വന്ന് ആ പൊങ്കാലക്കാപ്പ് കയ്യിൽ കെട്ടി അവിടെ സൂര്യൻ്റെ ചോട്ടിൽ നിന്ന് അത് പാകം ചെയ്യുക. അത് പാകം ചെയ്തിട്ട് ഭഗവാന് കൊടുക്കുക. പക്ഷെ നമ്മുടെ കേരളത്തിൽ വിശേഷപ്പെട്ട ആചാരങ്ങളൊക്കെ ആണല്ലോ. അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ക്ഷേത്രാങ്കണത്തിലും അടുത്ത പറമ്പിലും ഒക്കെ വയ്ക്കും. എങ്ങനെയാ കൊടുക്കുക? ശ്രീകോവിലിൻ്റെ ഉള്ളിലാണ് ഭഗവാൻ. വാസ്തവത്തിൽ പൊങ്കാല സൂര്യനും ഉപരിദേവതകൾക്കും ഉള്ളതാണ്. അതാണ് തുറന്ന് നിവേദിക്കുന്നത്. അത് വയ്ക്കുന്ന ആൾക്ക് തന്നെ നിവേദിക്കാമല്ലോ. അവർ വന്ന് അത് സ്വീകരിക്കാൻ പ്രോക്ഷണമൊക്കെ കഴിച്ച് സ്വീകരിച്ചു എന്ന് പറയും. അതിന് ദക്ഷിണയും കൊടുക്കും. അപ്പം ഞാൻ പറയുകയാണ്, ഈ പൊങ്കാല നടത്തുന്നത് വയ്ക്കുന്നതിന് മംഗകളാണെങ്കിൽ, സ്ത്രീജനങ്ങളാണെങ്കിൽ അവർക്ക് തന്നെ അത് ഭഗവാനെ നിവേദിച്ചൂടെ? അത് ആരും എടുത്തുകൊണ്ട് പോകണമെന്നില്ലല്ലോ. അപ്പം നിവേദ്യവും അവർ തന്നെ കഴിച്ചോട്ടെ. നമ്മുടെ തന്ത്രി അതിന് പൂർണ്ണമായി സമ്മതിച്ചു. ശരിയാണ് സ്വാമിജി പറയണത് എന്ന്. അപ്പോൾ ഇത്തവണത്തെ പൊങ്കാല അത് പാകം ചെയ്യുന്ന വനിതാമണികൾ തന്നെയാണ് ഉപരി ദേവതകൾക്ക് കൊടുക്കാൻ പോകുന്നത്. അതിനുള്ള മന്ത്രവും അവർക്ക് ചൊല്ലിക്കൊടുക്കണമെങ്കിൽ ചൊല്ലാം. ഞങ്ങൾ വളരെ ശുദ്ധമായി ശുദ്ധ മനസ്സോടുകൂടി വന്ന് ഞങ്ങളെ കൊണ്ടാകാവുന്ന ശ്രദ്ധയോടുകൂടി ഈ മധുര നിവേദ്യം തയ്യാറാക്കിയിരിക്കുന്നു. പ്രകൃതി തുണച്ചു തന്ന അരി, പ്രകൃതി തന്ന വെള്ളം, അതിൽ തന്നെ സംസ്കരിച്ചെടുത്ത ശർക്കര, ആ പ്രകൃതിയുടെ ഒരു ഭാഗമായ അഗ്നി, ഇതെല്ലാം കൂട്ടി സാക്ഷിയായി ഞങ്ങളിത് പാകം ചെയ്തിരിക്കുന്നു. എൻ്റെ ഭഗവാനെ, ഉപരി ദേവതകളെ, നിങ്ങളെല്ലാവരും ഇത് സ്വീകരിച്ച് ആ പൊങ്ങി പൊങ്ങി അല പോലെ വരുന്നുണ്ടല്ലോ. പൊങ്ങി പൊങ്ങി അല കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? പൊങ്കൽ. ആ പൊങ്കൽ ഇങ്ങനെ അല പോലെ വരിക. അപ്പൊ പൊങ്കൽ അലയായിരിക്കണം പൊങ്കാലയായത്. പൊങ്കലിൻ്റെ അല വെറുതെ അങ്ങോട്ട് പൊങ്ങി ഒരല്ല, അതിങ്ങനെ പൊന്തി 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 വരണു. അങ്ങനെ കെട്ടുകെട്ട് പൊട്ടി പൊട്ടി പോണു. അങ്ങനെ അലകളായിട്ട് പൊങ്കൽ വന്ന ആ പൊങ്കാല ഞങ്ങൾ തരണു എന്ന് പറഞ്ഞ് നിവേദിച്ച് അത് പ്രസാദമായി വീട്ടിലേക്ക് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുന്നത് നമ്മുടെ ഗൃഹാംഗങ്ങളിലും അതുപോലെ സമാജം മുഴുവനും നന്നാവണം. പുരുഷന്മാർ പെറ്റ കുട്ടികളല്ല ഇവിടെ, സ്ത്രീകൾ പെറ്റ കുട്ടികളാണ്. ആ സ്ത്രീകൾ എന്തെങ്കിലും ഭഗവാന് കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പം സ്ത്രീകളിൽ നിന്ന് ജനിച്ച എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകൾ തന്നെ സ്വയം പൊങ്കാലയിടുന്നത്. അത് ആ പുന്നല്ലരി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഈ പൊന്തൽ ഇങ്ങനെ വരിക.
ആ സമയത്ത് സാധാരണ ക്ഷേത്രത്തിൽ വലിയ വാദ്യങ്ങളൊക്കെ ആവാം. തിമിലയാവാം, എടക്കയാവാം, ചെണ്ടയാവാം, ശംഖാവാം, ചേങ്ങലയാവാം, പഞ്ചവാദ്യങ്ങളൊക്കെ ആവാം. ഇവിടെ അതൊന്നുമില്ല. അവരുടെ വായ്ക്കുരവ തന്നെയാണ് അതിന് വാദ്യം. ഇതിലധികം നൈസർഗികമായ ഒരു സൗന്ദര്യം എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? അപ്പൊ ഈ പൊങ്കാല എന്ന് പറയുമ്പോൾ എല്ലാവരും പങ്കെടുക്കേണ്ടതാ. നമ്മുടെ സമാജത്തിൽ, പ്രത്യേകിച്ചും ഹൈന്ദവ സമാജം എന്ന് പറയട്ടെ, ഈ ഇന്ത്യയിലുള്ളവരൊക്കെ ഹിന്ദുക്കളല്ലാത്തവർ ആരുമില്ല. ഇന്ത്യ രാജ്യത്ത് ഉണ്ടായവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. എങ്ങനെയാ ഈ ഹിന്ദു ശബ്ദം ഉണ്ടായത്? മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹിമാലയാത് സമാരഭ്യ യാവത് ഇന്ദു സരോവരം. ഹിമാലയത്തിൽ നിന്ന് തുടങ്ങി ഇന്ദു സരോവരം വരെ നീണ്ടുകിടക്കുന്ന ഈശ്വരൻ സൃഷ്ടിച്ച ഭൂമിക്കാണ് ഹിന്ദുസ്ഥാനം എന്ന് പേര്. അപ്പൊ ഇവിടെയുള്ള എല്ലാവരും ഹിന്ദുസ്ഥാനത്തിന്റെ ഹിന്ദുക്കളാണ്. ആ സമാജത്തിലുള്ള വിശേഷപ്പെട്ട ഒരാചാരവും ഒരനുഷ്ഠാനവുമാണ്. അന്നാണ് നമ്മുടെ ഗൃഹലക്ഷ്മികളായിരിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും സ്വയം ഭഗവാന് നിവേദ്യം നൽകാനായി സ്വയം പാകം ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ പാരമ്പര്യവും പൈതൃകവും അനുവദിച്ചു തന്നിട്ടുള്ളതാ. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി പങ്കെടുത്ത് ഏറ്റവും ശോഭനമാക്കി തീർക്കണം. നമ്മളുടെ കൂടെ ഒന്നും നിൽക്കില്ല കൂട്ടരെ, സംസ്കാരവും പൈതൃകമേ നിൽക്കുള്ളൂ. ഏതോ ഒരു രാമൻ എവിടെയോ എങ്ങോ ജനിച്ചു, ഏതോ ഒരു കൃഷ്ണൻ എവിടെയോ എങ്ങോ ജനിച്ചു. പക്ഷേ നമുക്ക് രാമകൃഷ്ണന്മാർ എന്നും നമ്മുടെ മനസ്സിലും ഹൃദയത്തിലുമാണ്. എങ്ങനെയാ ഇത് സാധിക്കുന്നത്? അതൊരു സംസ്കാരമായി തീർന്നു രാമായണത്തിലൂടെ, മഹാഭാരതത്തിലൂടെ. അങ്ങനെ ആ സാംസ്കാരികമായിരിക്കുന്ന ഘടകങ്ങൾ മാത്രമേ ജനസമാജത്തിൽ നീണാൾ വാഴുള്ളൂ. നിങ്ങളുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശികളും ഒന്നും ഇപ്പം ഉണ്ടാവില്ല, നിങ്ങളും ഉണ്ടാവില്ല കുറെ കാലം കഴിഞ്ഞാൽ. പക്ഷേ നമ്മളെല്ലാവരും അനുവർത്തിക്കുന്നതും അനുസരിക്കുന്നതും അനുധാവനം ചെയ്യുന്നതും ഉൾക്കൊള്ളുന്നതും പ്രകടമാക്കുന്നതും പ്രസരിപ്പിക്കുന്നതുമായ ഒരു സംസ്കാര നിധി ഉണ്ടല്ലോ, ആ നിധി എപ്പോഴും നമുക്കുണ്ടാവും. അങ്ങനെയുള്ള നിധി ചരിത്രാതീത കാലം മുതൽക്ക് ഇന്നേ വരെ പരിരക്ഷിച്ചു പോരുന്നവരാണ് ഭാരത പ്രജകൾ, ഭാരതീയർ. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയാൽ ഈ ഭൂമാനന്ദ സ്വാമിക്കുള്ള ആ പൊങ്കൽ പോലെയുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഒരു ഭാഗത്ത് കൃഷ്ണൻ പറയണു, ഈ ആത്മാ അജനാണ്, നിത്യനാണ്, അവിനാശിയാണ്. അത് കഴിഞ്ഞ ഉടനെ പറയണു ദേഹം വിട്ട് വേറെ ഒന്നിലേക്ക് പോകണമെന്ന്. ഇത് രണ്ടും പരസ്പര വിരോധികളായി നിങ്ങൾ കണക്കാക്കരുത്. ആത്മാ ഒന്നേ ഉള്ളൂ, അത് ജനിക്കണമില്ല മരിക്കണമില്ല, ജനന മരണ വർജിതമാണ്. പക്ഷേ ശരീരം അനവധിയുണ്ട്, അത് ജനിക്കണമുണ്ട് മരിക്കണമുണ്ട്. ആ ജനന മരണത്തിൻ്റെ ഉള്ളിലുള്ള ശരീരത്തിന് അധിഷ്ഠാനമായിരിക്കുന്ന ഈ ആത്മാ, ആ ഒരൊറ്റ ആത്മാവിനാണ് ഈ പല ശരീരങ്ങൾ. എപ്പോഴാണ് വിടുക എപ്പോഴാണ് പോവുക എന്നുള്ളതിന് സാപേക്ഷികമായോ ഉപരിപ്ലവമായോ പറയുന്ന ഒരു വാദഗതി, ഒരു സിദ്ധാന്തമാണ് ഈ കർമ്മബന്ധം. അപ്പം അതിൽ വൈരുദ്ധ്യമൊന്നുമില്ല, ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ, സാഖ്യത്തിൻ്റെ അവസാനത്തിൽ പല ലൗകിക യുക്തികളും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഈ ആത്മസിദ്ധാന്തം എന്ന് പറയുന്നത് ബാക്കിയുള്ള ലോകസിദ്ധാന്തങ്ങൾക്ക് വിരോധമല്ല, അതിന് പൂരകമാണ്. ബാക്കിയുള്ള സിദ്ധാന്തങ്ങളെല്ലാം ഇതിന് ഉപോദ്ബലകമാണ്. അങ്ങനെ ഒന്നിനോടും എതിർപ്പല്ല, നേരെ മറിച്ച് ഇണക്കവും സാമഞ്ജസ്യവുമാണ് നിങ്ങൾ കാണേണ്ടത്. അത് കാണുന്നത് വരെ നിങ്ങളുടെ ദൃഷ്ടി ശരിയല്ല, പിഴവ് നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് 22ാമത്തെ ശ്ലോകമാണ്. ഇനി 23ാമത്തതിൽ അദ്ദേഹം ആ ആത്മാവിന്റെ വൈഭവം പിന്നെയും എടുത്തെടുത്ത് പറയുന്നു. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവ ച നിത്യഃ സർവഗതഃ സ്ഥാണു അചലോയം സനാതനഃ. ആരെങ്കിലും മരിക്കാൻ കിടക്കണു, ശ്വാസം വലിച്ച് കിടക്കണു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി കിടക്കണു എന്ന് വെച്ചാൽ അവരോട് അത് ഇതും പറയണ്ട, ഈ ആത്മഗാനം പാടൂ പാടൂ പാടൂ. രോഗം ശരീരത്തിനാണ്. ആ രോഗത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ആത്മാവുണ്ടല്ലോ, അന്തരാത്മാ, അതിന് രോഗമില്ല. ആ അന്തരാത്മാവാണ് താൻ. അത് രോഗബാധിതമല്ല എന്ന് ആ രോഗി മനസ്സിലാക്കട്ടെ. തീയെടുത്ത് അടുപ്പിൽ പൂട്ടി, അതിൽ നമ്മൾ ചിലത് വറുത്തു പിടിച്ചു, മെഴുക്ക് പുരട്ടി വെച്ചു,
ആ മെഴുക്ക് പുരട്ടി വെച്ചപ്പോൾ തീ നല്ലോണം കത്തി. ഇളക്കുന്നിടത്തു നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി, മടങ്ങി വരാൻ താമസമായി. അങ്ങോട്ട് പോയത് മടങ്ങി വരാൻ വന്നിട്ട് നോക്കിയപ്പോൾ അടിയിൽ പിടിച്ചിട്ടുണ്ട്. ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് തീ പിടിച്ചു, വെന്തു, കരിഞ്ഞു. ആ കരിവ് അഗ്നിക്ക് ബാധിക്കുമോ? ബാധിക്കില്ലല്ലോ. തീയിനത് പറ്റുമോ? പാത്രവും കൂടി കേടുവന്നു എന്ന് വരാം, പക്ഷേ തീ അതിനില്ല. അതുപോലെ നമ്മുടെ ശരീരത്തിനാണ് രോഗം. ആ ശരീരിയാണ് മനുഷ്യൻ. ആ ഭാവം ആ രോഗിയുടെ മനസ്സിൽ തട്ടട്ടെ തട്ടട്ടെ തട്ടട്ടെ. അതാണ് നമുക്ക് ആവശ്യം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. നോക്കൂ, എവിടെ കാണും ഇങ്ങനെ ഒരു ഗാനം? ഇത് പാടിയത് എവിടെ? രണഭൂമിയിൽ. എപ്പോ? യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്. എത്ര കൊല്ലം മുൻപ്? 5151 കൊല്ലം മുൻപ്. ആ പാടിയ പാട്ടാണ് ഭൂമാനന്ദ സ്വാമി നിങ്ങളോട് പാടി കേൾപ്പിക്കുന്നത്. ആ പാട്ട് അവിടുന്ന് ഒരു വരവരയ്ക്കൂ. നാരായണാശ്രമ തപോവനത്തിൽ സമാധി മന്ദിരത്തിലിരുന്ന് മുക്തിസുധാകരത്തിനുള്ള ആ തത്വപ്രവചന പരമ്പര ഞാനിവിടെ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണാതെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നു. അവിടുന്ന് ഒരൊറ്റ വരവരച്ചാൽ എൻ്റെ ഹൃദയത്തിലാണ്, കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് ആ വര വന്ന് മുട്ടുന്നത്. നമ്മുടെ സംസ്കാരം എന്നുള്ള പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആയുസ് നീണ്ടുപോവുക. നിങ്ങളുടെ വയസ്സ് വർദ്ധിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഒരു പുതിയ ഉണർവാണ് ഉൾക്കൊള്ളുന്നത്. 5151 കൊല്ലത്തിൻ്റെ പാരമ്പര്യ പൈതൃക വൈഭവ മേന്മ മഹിമ ഉത്തുംഗത ഔത്കൃഷ്ട്യം, അതിൻ്റെ ആ പരമപ്രഭാവം, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിറയാണ് ചെയ്യണത് ഈ ശ്ലോകം പറയുമ്പോഴും കേൾക്കുമ്പോഴും. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ. അർജുന, നിനക്ക് ധാരാളം ശരം പ്രയോഗിക്കേണ്ടി വരും. കൂർത്തു മൂർത്ത ശരം തന്നെ പ്രയോഗിക്കേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞിട്ടും അർജുനന് ഭീഷ്മന്റെ നേരെ ശരം പ്രയോഗിക്കാൻ വയ്യ. അപ്പോഴാണ് കൃഷ്ണൻ, നീ യുദ്ധം ചെയ്യണില്ല, നിന്റെ മുത്തശ്ശനോട് നേരിടാൻ നിനക്ക് വിഷമാണ്, ഞാൻ തന്നെ നടത്തിക്കളയാമെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് ചാടിയത്. നോക്കൂ, മനസ്സ് സമ്മതിക്കണില്ല. അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കാനാണ് ഈ ഉപദേശം. ധർമ്മയുദ്ധമാണത് പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം. ദുര്യോധനാദികളെ സംബന്ധിച്ചിടത്തോളം അധർമ്മമാണ്. അതിൽ ആ ധർമ്മം ജയിക്കേണ്ടത് അർജുനന്റെ ആവശ്യമല്ല, കൃഷ്ണന്റെ മാത്രം ആവശ്യമല്ല, ലോകത്തിൻ്റെ ആവശ്യമാണ്. അത് കണ്ടു മനസ്സിലാക്കി വിലയിരുത്താൻ കൃഷ്ണന് സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് സംശയമില്ലാതെ ചാടേണ്ടി വന്നാൽ ചാടാനും ഓടേണ്ടി വന്നാൽ ഓടാനും അർജുനനെ നിർബന്ധിക്കാനും പ്രേരിപ്പിക്കാനുമുള്ള കരുത്തും കാഴ്ചയും ഉണ്ടായി. അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ശസ്ത്രാണി ഏനം ചിന്തന്തി. നീ എത്ര ശസ്ത്രം പ്രയോഗിച്ചാലും അത് നിന്റെ കൈയും ശരീരവുമായി പ്രയോഗിക്കുന്നതാണ്. കൊള്ളുന്നത് ദേഹത്തിലും മാറിടത്തുമായിരിക്കും കൊള്ളുക, അല്ലെങ്കിൽ കഴുത്തിലാവും ചെന്ന് വീഴുക. പക്ഷേ ഈ അന്തരാത്മാവിനെ സ്പർശിക്കാൻ അതിന് പറ്റില്ല. ഈ ഉൾചേതനയെ, ശുദ്ധബോധത്തെ, ആ ഉണർവിനെ ഒരു ശസ്ത്രവും തുളയ്ക്കില്ല. നൈനം ദഹതി പാവകഃ. ഒരു തരത്തിലുള്ള അഗ്നി, കാട്ടുതീ പോലും അതിനെ ദഹിപ്പിക്കില്ല. ശസ്ത്രാണി ഏനം ന ചിന്തന്തി ഏനം പാവകഃ ന ദഹതി. അഗ്നി ഇതിനെ ദഹിപ്പിക്കില്ല. ന ചൈനം ക്ലേദയന്ത്യാപോ ആപഹ ഏനം ന ക്ലേദയന്തി. ഇത് വെള്ളമൊഴിച്ച് അങ്ങോട്ട് കെടുത്തിക്കളയാം, നനയ്ക്കാം എന്ന് പറഞ്ഞാലും ഇതിന് ബാധകമല്ല. ചിലരൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോവാറുണ്ട്. അയ്യോ എൻ്റെ മോൻ മുങ്ങി മരിച്ചുല്ലോ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശരീരമാണ് അവിടെ മരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അസല് മകൻ ഒരിക്കലും മുങ്ങി മരിച്ചിട്ടില്ല. നടന്ന സംഭവത്തോട് അത് അങ്ങനെയല്ല എന്നാണ് തത്വോപദേശം തരുന്നത്. ഒരാളും എൻ്റെ മകൻ ആത്മഹത്യ ചെയ്തുവല്ലോ, മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് പരിതപിച്ച ആ പരിതാപം നിങ്ങൾ വിഴുങ്ങാൻ അനുവദിക്കരുത്. നാം സൃഷ്ടിച്ച ലോകമല്ല ഇത്, അല്ല. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മളാരുമല്ല. നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായി, കുട്ടിയെ വളർത്തി, സമ്മതിച്ചു. ആ കുട്ടിയുടെ പെരുമാറ്റത്തിനും വളർച്ചയ്ക്കും ആശയ്ക്കും നിരാശയ്ക്കുമെല്ലാം നിങ്ങളാണ് ഉത്തരവാദി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. എല്ലാം ആ പരമദൈവത്തിന് വിട്ടുകൊടുക്കൂ. ഒരു ജഗത്പിതാവുണ്ട്, ഒരു ജഗദ്ധാത്രിയുണ്ട്. അവരുടെ ഹസ്തങ്ങളിലേക്ക് വിടൂ. കുട്ടി നിങ്ങളുടെ വീട്ടിൽ ജനിച്ചിട്ടുണ്ടാവും, സമ്മതിച്ചു. കാഴ്ചയ്ക്ക് പ്രത്യക്ഷമായി നമ്മുടെ വീട്ടിലാണ് ജനനം.
പക്ഷേ അമ്മയും മകനും അമ്മയും മകളും ധരിത്രിയിലാണ് താമസിക്കുന്നത്. ആ ധരിത്രിയെ കഴിച്ചിട്ടേ നിങ്ങൾക്കതിൽ പങ്കാളിത്തമുള്ളൂ. കാറ്റിനെ കഴിച്ചിട്ടേ നിങ്ങൾക്കതിന് പങ്കാളിത്തമുള്ളൂ. അഗ്നിയെ കഴിച്ചിട്ടേ പങ്കാളിത്തമുള്ളൂ. പഞ്ചഭൂതങ്ങളാണ് ഇവിടെ എല്ലാം. ആ പഞ്ചഭൂതങ്ങൾക്കുള്ളതിൽ വിട്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. നല്ല പോലെ മനസ്സിലാക്കണം. ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. അത് കാറ്റ് ഉണക്കൂല്ല അതിനെ. ഈ ലോകത്തിൽ എത്ര ഭൂതങ്ങളുണ്ട്? 5 ഭൂതങ്ങളാണ്. ആ 5 ഭൂതങ്ങൾ കൊണ്ട് ഉണ്ടായതാണ് നമ്മുടെ ശരീരം, സമ്മതിച്ചു. പക്ഷെ ആ ശരീരം പ്രാണസഞ്ചാരത്തോടുകൂടി ഉണർന്നുകൊണ്ട് പുറമേ നിന്ന് വരുന്ന പ്രതിക്രിയകൾക്ക് പ്രതിക്രിയ രണ്ടാമത് പ്രതിക്രിയ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അതിലുള്ള ജീവചേതനയാണ്. ആ ചേതന ഈ പഞ്ചഭൂതങ്ങളല്ല, അതിനേക്കാൾ എത്രയോ സൂക്ഷ്മവും ഉപരിയുമാണ്. ആ ചേതനയുടെ സ്ഫുരണമാണ് മനസ്സ്, സ്ഫുരണമാണ് ബുദ്ധി, സ്ഫുരണമാണ് അഹങ്കാരം. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടോ എന്നുള്ളത് സംശയിക്കുന്നതിൽ അർത്ഥമില്ല. ആ മനസ്സും ബുദ്ധിയും അഹങ്കാരവുമായി വെളിപ്പെട്ട് ഉള്ളുണർവായി ദ്രവ്യമല്ലാതെ ഊർജമല്ലാതെ പഞ്ചഭൂത വിലക്ഷണമായിരിക്കുന്ന ആ ജീവചൈതന്യമുണ്ടല്ലോ, ആ ചൈതന്യത്തെ ഈ 5 ഭൂതങ്ങളും സ്പർശിക്കാൻ പറ്റില്ല. ആകാശം ഒന്നും ചെയ്യില്ല, അത് നിശ്ചലമാണ്, നിർവികാരമാണ്. നമുക്ക് ആക്രമണങ്ങളോ പ്രതിക്രിയകളോ പ്രതികരണങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് ഭൂമിയിൽ നിന്ന് വരാം, ഖരവസ്തുക്കളിൽ നിന്ന്, ദ്രവവസ്തുക്കളിൽ നിന്ന്, വാതവസ്തുക്കളിൽ നിന്ന്, അഗ്നി മുതലായിട്ടുള്ള ഊർജങ്ങളിൽ നിന്ന്. ഈ 4 ഭൂതങ്ങളിൽ നിന്നും ഒരു വിധത്തിലുള്ള ബാധയോ ക്ഷതമോ ഈ ഉൾചേതനയ്ക്ക് ശുദ്ധബോധത്തിന് ബാധിക്കില്ല, ഉണ്ടാവില്ല. വെട്ടിമുറിച്ച് പറഞ്ഞിരിക്കുക. നിങ്ങൾ വിചാരിക്കും നമ്മുടെ ശാസ്ത്രം ഡൂസ് ആൻഡ് ഡോൺസ്, വിധി നിഷേധങ്ങൾ നിറഞ്ഞതാണെന്ന്. ഇവിടെ വിധിയുമില്ല നിഷേധവുമില്ല. ഇവിടെ വാസ്തവ പ്രതിപാദനം മാത്രമേ ഉള്ളൂ. ഒരു വിധിയോ നിഷേധമോ അല്ല പറയുന്നത് കൃഷ്ണൻ. നേരെ മറിച്ച് സത്യം ഇങ്ങനെയാണ്, വാസ്തവം ഇങ്ങനെയാണ്, ഇത് മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കിയാൽ നിന്റെ ഉൾനീറ്റം മാറും, വായവരൾച്ച മാറും, ദേഹകമ്പനം മാറും, താഴത്ത് വീണ് ഗാണ്ഡീപം കയ്യിലെടുക്കാൻ സാധിക്കും, സ്ഥിരബുദ്ധിയോടുകൂടി പെരുമാറാം. അതിന് നിന്നെ സഹായിക്കുന്നത് ഭൗതിക നേട്ടങ്ങളല്ല, ബാഹ്യ സമ്പത്തുകളല്ല, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രം നേടിയെടുക്കാൻ പറ്റിയ ആത്മജ്ഞാന സമ്പത്താണ്. ജ്ഞാനം എന്ന് പറയുന്ന നിധി മാത്രമേ നിന്നെ സഹായിക്കൂ, വേറെ ഒന്നും സഹായിക്കില്ല. അസ്ഥാന സ്നേഹകാരുണ്യ ധർമാധർമ്മധിയാകുലം പ്രപന്നം പാർത്ഥമുദ്ദിശ്യ ശാസ്ത്ര അവതരണം കൃതം. കൃഷ്ണൻ ചെയ്തതെ പറ്റി എഴുതി വച്ചിരിക്കുക. എന്ത്? അസ്ഥാന സ്നേഹകാരുണ്യ ധർമാധർമ്മധിയാകുലം. അസ്ഥാനത്തിലാണ് സ്നേഹവും കാരുണ്യവും പ്രകടമാകുന്നത്. പടക്കളത്തിൽ വന്ന ഒരു പടയാളി അയ്യോ ഇവരെൻ്റെ ബന്ധുക്കളാ എന്ന് ആരെങ്കിലും പറയോ? അവിടെ സ്നേഹത്തിനോ കാരുണ്യത്തിനോ ആണോ സ്ഥാനം? അതോ വീര്യപരാക്രമത്തോടുകൂടി പടപൊരുതണോ? ഈ പട തന്നെ എന്തിന്? ദുര്യോധനന്റെ ദുഷ്ടതയ്ക്കെതിരെ, ആ ദുഷ്ടതയെ പിന്തുണയ്ക്കാൻ വേണ്ടി വന്ന 11 അക്ഷൗഹിണി സൈന്യത്തിന് നേരെ. അതിൻ്റെ തലപ്പത്തുള്ളവരാണ് ഭീഷ്മനും ദ്രോണനും. അപ്പം അവിടെ അധർമ്മമാണ് അവരുടെ കയ്യിൽ. ആ അധർമ്മത്തിനോടുള്ള പോരാട്ടമാണിത്, വ്യക്തികളോടല്ല, സേനാംഗങ്ങളോടല്ല. അത് സാധിക്കില്ല എന്ന് പറഞ്ഞ അസ്ഥാനത്തിനുള്ള സ്നേഹവും കാരുണ്യവും. അതുകൊണ്ട് എന്തായി? ധർമാധർമ്മധിയാകുലം. ധർമ്മമെന്ത് അധർമ്മമെന്ത് എന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ആകുലത പിടിപെട്ടു. അങ്ങനെ വന്ന അർജുനനോട് പ്രപന്നം പാർത്ഥമുദ്ദിശ്യ, എനിക്ക് വയ്യേ, ഞാൻ കാർപ്പണ്യ ദോഷക്കാരനാണേ. കാർപ്പണ്യം എന്ന് പറയണ ക്യാൻസർ പിടിപെട്ടിട്ടുണ്ട്, 5ാമത്തെ ഡിഗ്രിയാണ് അപ്പോൾ അത് എന്നിൽ. ഇനി രക്ഷപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങ് തന്നെ വേണം ചികിത്സിക്കാൻ. എന്നെ രോഗിയായി കണക്കാക്കി ചികിത്സിക്കൂ, ശിഷ്യനായി കണക്കാക്കി ഉപദേശിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ശാസ്ത്രാവതരണം കൃതം. അപ്പോഴാണ് ശാസ്ത്രം അവതരിപ്പിക്കുന്നത്. അവിടെ പുരാണം പറഞ്ഞാൽ ഏശില്ല, അവിടെ സ്മൃതി ന്യായങ്ങളൊന്നും പറഞ്ഞാൽ ഏശില്ല. ശരിയായിട്ടുള്ള ആ കാതലും കരുത്തുമായിരിക്കുന്ന ആ ഉൾസത്ത ഒരു വലിയ വൃത്തത്തിൽ, ആ കേന്ദ്ര ബിന്ദു സെൻറ്റർ എങ്ങനെയോ അതുപോലെ എല്ലാ വ്യക്തികളിലും ഒരു തരത്തിലുള്ള ബാധയും ഇല്ലാതെ, കറയും കുറയും ഏൽക്കാതെ എന്നും ഒരുപോലെ വിരാജിക്കുന്ന ഒരു ആത്മതത്വപ്രകാശമുണ്ട്.
ആ പ്രകാശത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അർജുനന്റെ മനസ്സും ബുദ്ധിയും തെളിഞ്ഞ് ദുഃഖം പോയി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് കണ്ടിട്ടാണ് ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നത്. കേട്ടുവോ നിങ്ങൾ? ആ രംഗം വളരെ പ്രധാനമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഈ ഭഗവത്ഗീത പ്രസിദ്ധമായത്? അർജുനന് പടക്കളത്തിൽ വെച്ച് പട ചെയ്യാൻ പറ്റാതെ കുഴഞ്ഞ് തളർന്ന് തൂങ്ങിയപ്പോൾ ആ കുഴച്ചിലും തളർച്ചയും മാറ്റി സ്ഥിരചിത്തനാക്കി യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ഉപദേശം പൂർണ്ണമായി സഫലമാവുകയും ചെയ്തു. അതാണ് അത് ഇന്നും നമ്മുടെ കൂടെ വാഴുന്നത്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലയദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? 4 ഭൂതങ്ങളാണ് നമ്മൾ വ്യവഹാരം നടത്തുമ്പോൾ സമ്പർക്കമുള്ളത്. ആ 4 ഭൂതങ്ങൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്നു, താമസിക്കുന്നു, കിടക്കുന്നു, നിൽക്കുന്നു, ഇരിക്കുന്നു, ഓടുന്നു. വായു നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. വെള്ളവും നമ്മുടെ ശരീരത്തിൽ 80% വെള്ളമാണ്. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ചൂടുമുണ്ട്. അപ്പം 4 ഭൂതങ്ങളോടുകൂടി എപ്പോഴും നമുക്ക് സംസർഗമുണ്ട്. നമ്മുടെ ഉപകരണങ്ങളൊക്കെ ഖരവസ്തുക്കളാണ്. അഗ്നി എന്ന് പറയുമ്പോൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്നത് അതൊരു ഭൂതമാണ്. വെള്ളം വേറെ ഒരു ഭൂതമാണ്. ഈ 4 ഭൂതങ്ങളിൽ നിന്ന് ഒരു വിധത്തിലുമുള്ള ബാധ നമ്മുടെ ആത്മാവിന് ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു പ്രഖ്യാപനമാണത്. സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷുഃ ന ലിപ്യതേ ചാക്ഷുഷൈർ ബാഹ്യദോഷൈഃ ഏകസ്തഥാ സർവഭൂതാന്തരാത്മാ ന ലിപ്യതേ ലോകദുഃഖേന ബാഹ്യ. കഠോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാ. സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷുഃ. സൂര്യനാണ് എല്ലാം നമ്മൾക്ക് കാണിച്ചു തരുന്നത്. കാണുന്നത് കണ്ണാ. അപ്പൊ സൂര്യന്റെ പ്രകാശമാണ് വാസ്തവത്തിൽ നമ്മുടെ കാഴ്ചയ്ക്ക് നിദാനം. അപ്പൊ എല്ലാവർക്കുമുള്ള കണ്ണാണ് സൂര്യൻ. ആ സൂര്യപ്രകാശത്തിലാണ് സർവ്വ ആൾക്കാരുടെ കണ്ണും പ്രവർത്തിക്കുന്നതും കാഴ്ചകൾ ഉണ്ടാക്കുന്നതും. ന ലിപ്യതേ ചാക്ഷുഷൈർ ബാഹ്യദോഷൈഃ. ആ സൂര്യപ്രകാശം തട്ടാത്ത കണ്ണോ കൃഷ്ണമണിയോ ഉണ്ടോ? എന്തിനേയും കാണണമെങ്കിൽ പ്രകാശകിരണങ്ങൾ കണ്ണിൽ തട്ടണമല്ലോ. വസ്തുക്കളിൽ വന്ന് വീണ് പ്രതിബിംബിച്ചു വരുന്ന പ്രകാശകിരണങ്ങളല്ലേ കോർണിയയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ സൂര്യപ്രകാശം നമ്മുടെ കണ്ണിൽ തട്ടാതെ ഇരിക്കണില്ല. പ്രകാശം എപ്പോഴും പ്രകാശമാണ്. എന്നാൽ ആ തട്ടുന്ന കണ്ണുകൾ പലരുടെയുമാണ്. പല വിധത്തിലുള്ള ദോഷങ്ങൾ അതിലുണ്ടാവാം. തിമിരമുണ്ടാവാം, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, പിന്നെ പലതും ഉണ്ടല്ലോ രോഗങ്ങൾ. ഗ്ലോക്കോമ എന്ന് പറഞ്ഞിട്ടൊരു സൂക്കേടുണ്ട്, എൻ്റെ ഇടത്തെ കണ്ണിലുണ്ടെന്നാ ഡോക്ടർ പറയണേ. അങ്ങനെ പല വിധത്തിലുള്ള ദോഷങ്ങളുണ്ടല്ലോ. ആ ദോഷങ്ങൾ എന്തെങ്കിലും ഈ സൂര്യപ്രകാശത്തെ ബാധിക്കുന്നുണ്ടോ? എല്ലാ കണ്ണിലും സൂര്യപ്രകാശം തട്ടുന്നുണ്ട്. പക്ഷേ കണ്ണിലുള്ള കെടുതികളോ ദോഷങ്ങളോ തകരാറുകളോ സൂര്യപ്രകാശത്തിന് ബാധയാവുന്നുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ ഏകസ്തഥാ സർവഭൂതാന്തരാത്മാ. അതുപോലെയാണ് സർവഭൂതങ്ങളിലും അധിവസിക്കുന്ന അന്തരാത്മാ. ഏകഃ, ഒരേ ഒരു അന്തരാത്മാ. ന ലിപ്യതേ ലോകദുഃഖേന ബാഹ്യഃ. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട് മനസ്സ്. ആ മനസ്സിൽ നിന്നൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും പുറപ്പെടുന്നു. ആ ദുഃഖ ദുരിതങ്ങളിലൊന്നും ഈ ആത്മാ ഏശുന്നില്ല. അതിൽ ഒരു വിധത്തിലും ഇടപെടുന്നില്ല. ഈ ആത്മാവിന് ഈ ദുഃഖമോ ദുരിതമോ സ്വല്പം പോലും തട്ടില്ല. സൂര്യപ്രകാശം എങ്ങനെയോ കൺദോഷങ്ങൾ ബാധിക്കാതെ ഇരിക്കുന്നത്, അതുമാതിരി ആത്മാ ഒരിക്കലും മനോദുഃഖങ്ങളിൽ ലിപ്തമല്ല. എന്ത് പാട്ടാതപ്പാ! ഇതിനാണ് ആത്മസംഗീതം എന്ന് പറയുന്നത്. ആത്മസംഗീതം. ഈ സംഗീതം ഒന്നുകൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സ് തണുക്കുള്ളൂ, നമ്മുടെ ബുദ്ധി വികസിക്കുള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നും നമ്മുടെ വിദ്യാർത്ഥികൾ ഇത് കേൾക്കണില്ലല്ലോ. വിദ്യാർത്ഥികൾ ഇത് കേൾക്കുമ്പോൾ സൂക്ഷ്മമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാലേ ബുദ്ധിക്ക് സൂക്ഷ്മതയുണ്ടാവൂ. മനസ്സ് പ്രസന്നമാകണമെങ്കിൽ ഈ പ്രസന്നമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് ആലോചിക്കണം. നമ്മുടെ ബുദ്ധി സൂക്ഷ്മമാവണമെങ്കിൽ സൂക്ഷ്മ വസ്തുക്കളെ കുറിച്ച് ആലോചിക്കണം. ഞാൻ എപ്പോഴും പറയും, വിദ്യാർത്ഥികൾ 1 മണിക്കൂർ എടുത്ത് വായിച്ച് മനസ്സിലാക്കുന്ന സംഗതി
30 മിനിറ്റ് ഇല്ലെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഈ അധ്യാത്മ വിഷയം കുറച്ചൊക്കെ ഒന്ന് അവർ കൈകാര്യം ചെയ്ത് കുറെ പുസ്തകങ്ങൾ വായിക്കുകയോ കുറെ ലെക്ചർ കേൾക്കുകയോ ഒക്കെ ചെയ്താൽ തോൽക്കുന്നവർ ജയിക്കും. ജയിക്കുന്നവർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും. ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നവർ 98-99% വരെ ചെല്ലും. ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കൂ. അവരുടെ ബുദ്ധിക്ക് സൂക്ഷ്മത കൂടാണ്. കാലത്ത് മുതൽക്ക് എണീറ്റാ നമ്മൾ കാണുന്നതൊക്കെ സ്ഥൂല വസ്തുക്കളെയാണ്. ചുമര് കണ്ടു, തട്ട് കണ്ടു, കുളിമുറി കണ്ടു, വാഷ് ബേസിൻ, പിന്നെ കോസരി കണ്ടു, കട്ടില് കണ്ടു, നിലം കണ്ടു. ഇതൊക്കെ സ്ഥൂല വസ്തുക്കളാ, ഒക്കെ പരിമിതങ്ങളാ. പരിമിത വസ്തുക്കളെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സും സ്ഥൂലമായി പരിമിതമാവുകയാണ്. നേരെ മറിച്ച് സൂക്ഷ്മ വസ്തുവിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ, ആ ബുദ്ധിക്ക് സൂക്ഷ്മത കൂടും, സൂക്ഷ്മത കൂടും. ഇപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, കൊല്ലങ്ങളായി സംസാരിക്കുന്നു. ഈ സംസാരം എവിടുന്നാ വരണേ എനിക്കറിയില്ല. എന്തെങ്കിലും ഒന്ന് ഭൂമാനന്ദ സ്വാമി ചെയ്യുന്നുണ്ടെങ്കിൽ പരമാത്മാവിനെ കുറിച്ച്, അതിസൂക്ഷ്മമായ ആ പ്രകാശത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ആലോചിക്കാൻ വേറെ ഒന്നുമില്ല. ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങൾ പറയും ഉണ്ട് എന്ന്. ഭൂമാനന്ദ സ്വാമി പറയും ഇതൊരു പ്രകടനമാണ്, വിലാസമാണ്. ഒരുത്തൻ എഴുന്നേൽക്കണു ജാഗ്രത അവസ്ഥയിലേക്ക്. അങ്ങനെ ഉണരുമ്പോൾ ആ ഉണർച്ചയുടെ പ്രകടനവും വികസനവുമാണ് ഈ ലോകം. Am I clear, my dear viewers? When you wake up, you are waking up. Wakefulness does not belong to the world at all. It belongs to you, the individual who has got the state of wakefulness. From sleep he wakes up. So wakefulness dawns in him. It is his state, not the state of the world. And this wakefulness expresses itself. Then it starts extending. That is where the entire extensive world is perceived, experienced and realized. It is an outcome of the wakefulness. It is an experience within the body. It is a realization in your mind. Therefore, can the world be bereft of your wakefulness, devoid of your wakefulness? ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്നു ജാഗ്രത അവസ്ഥയിൽ. ഉറങ്ങിക്കിടന്നവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥ അയാൾക്ക് സംഭവിക്കുന്നത്. ജാഗ്രത അവസ്ഥ ലോകത്തിനല്ല, ലോകവസ്തുക്കൾക്കല്ല, സൂര്യചന്ദ്രാദികൾക്കല്ല, നക്ഷത്രങ്ങൾക്കല്ല, മനുഷ്യരാശിക്കാണ്. അതുപോലെ ചില മൃഗങ്ങൾക്കും. നമ്മൾ ഉണരുന്നു, ഉണർച്ച നമ്മുടെയാണ്, ഉണർവ് നമ്മുടെയാണ്. ആ ഉണർവ് പ്രകടമാകുന്നു, വികസിക്കുന്നു. ആ പ്രകടനത്തിലും വികാസത്തിലുമാണ് ഈ ലോകം, ബ്രഹ്മാണ്ടം മുഴുവനും നാം അനുഭവിക്കുന്നത്. അപ്പോൾ ഉണരുന്നത് ആര്? ശരീരമല്ല, ഉള്ളുണർവാണ്. വികസിക്കണതോ അതിൽ ഈ ലോകം മുഴുവൻ ഒരു പ്രതീതിയായി പതിഞ്ഞ് അനുഭവിക്കുന്നതോ ഉൾത്തലത്തിൽ. അങ്ങനെ ഉൾത്തലത്തിൽ വെള്ളത്തിലെ കൊമള പോലെ പൊന്തി ആഞ്ഞുലഞ്ഞ് നടക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന അസ്തിത്വം കൂട്ടരെ. ഇത് ഭൂമാനന്ദ സ്വാമിക്ക് അറിയാം. ആ ഒരൊറ്റ അറിവേ ഉള്ളൂ. അത് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കൊല്ലങ്ങളായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്താ ഈ സംസാരിക്കുന്നത്? ഈ സ്വാമിജിയുടെ കയ്യിൽ ഒന്നുമില്ല, വട്ടപൂജ്യാണ്. സംപൂജ്യ സ്വാമിജി എന്ന് പറയും. എന്താ ഈ സംപൂജ്യ സ്വാമിജി? ഒന്നാം തരം പൂജ്യമുള്ള ആളെന്ന്. ആ പൂജ്യം, അതാ വട്ടപൂജ്യം, അതങ്ങോട്ട് ഉണർന്നിട്ടാണ് ഈ ലോകം മുഴുവനുമുള്ളത്. അത് മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങളെപ്പറ്റി പറയാൻ സ്വാഭാവികമായ ഒരു വാത്സല്യം, ഒരു ഇമ്പം, ഒരു കമ്പം ഇതൊക്കെ നമുക്ക് ഉണ്ടാവും. നോക്കൂ, ഓരോ ശ്ലോകമെടുത്ത് പറയുന്നത് ആരോ എന്നോ എഴുതി വെച്ചതാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്ത് നിങ്ങളോട് പറയണമെന്ന് ഭൂമാനന്ദ സ്വാമിജിക്ക് വല്ലാത്തൊരു നിർബന്ധം. ഇതിൻ്റെ 4 വാക്കുകളെങ്കിലും നമ്മുടെ പ്രേക്ഷകരെ കേൾപ്പിക്കണമെന്നാ. സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷുഃ ന ലിപ്യതേ ചാക്ഷുഷൈർ ബാഹ്യദോഷൈഃ. ആ ഒരൊറ്റ ശുദ്ധ നിർമ്മലമായ സൂര്യകിരണങ്ങൾ എത്ര ആൾക്കാരുടെ കണ്ണിൽ തട്ടി കാഴ്ചകൾ രചിച്ചാലും ആ കണ്ണിൻ്റെ ഏതെങ്കിലും ഒരു ദോഷം ആ സൂര്യപ്രകാശത്തിൽ പതിയുന്നുണ്ടോ, കലർന്നു ചേരുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ഏകസ്തഥാ സർവഭൂതാന്തരാത്മാ, സൂര്യപ്രകാശം പുറത്തുള്ളത്, സൂര്യഗോളത്തിൽ നിന്ന് വരുന്നത്, ഇതോ അന്തരാത്മാവ്.
ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അന്തരാത്മാവ് സൂര്യഗോളത്തെ പോലെയല്ല. പാഞ്ചഭൗതികമായ ശരീരത്തിൽ സർവവ്യാപിയാണ് ഉൾപ്രകാശമെങ്കിൽ, ഉൾസാന്നിധ്യമെങ്കിൽ പഞ്ചഭൂതങ്ങൾ ഉള്ളയിടത്ത് മുഴുവനും അത് വ്യാപിച്ചിരിക്കുന്നതാ. അങ്ങനെ വ്യാപിച്ചിരിക്കുന്നത് ഒന്നേ ഉണ്ടാവുള്ളൂ, രണ്ടുണ്ടാവില്ല. അതുകൊണ്ട് ആത്മാ ഒന്ന് 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 ഒന്ന്. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന സാധനം രണ്ടെണ്ണം ഉണ്ടാവില്ലല്ലോ. ഏകസ്തഥാ സർവഭൂതാന്തരാത്മാ ന ലിപ്യതേ ലോകദുഃഖേന ബാഹ്യഃ. എന്താ അവിടെ ലോകദുഃഖേന എന്ന് പറഞ്ഞത്? ഉള്ളിലുണ്ടാവുന്നത്, മനസ്സിലുണ്ടാവുന്നതാണ് ദുഃഖം. ആ ദുഃഖം ആരുടെ ദുഃഖം കൊണ്ടും അതിന് വാസ്തവത്തിൽ ബാധയില്ല. ഈ പാട്ടാണ് കൂട്ടരെ നിങ്ങൾ പ്രാണൻ പോകാൻ കാലത്ത് പോകുന്ന ആളെ കേൾപ്പിക്കേണ്ടത്. അയ്യോ നിങ്ങൾ പോണില്ലല്ലോ, ഞങ്ങൾക്ക് സന്തോഷമില്ല, ദുഃഖാണെന്ന് പറഞ്ഞ് പാടുകയല്ല വേണ്ടത്. പാടൂ, ഈ പാട്ട് പാടൂ. ഇതാണ് അവരെ കേൾപ്പിക്കേണ്ടത്. അമരമായിരിക്കുന്ന ആ അമരഗാനം